അങ്ങനെ വൈകുന്നേരമായപ്പോൾ അച്ഛനും അമ്മയും എത്തിയിട്ട് അവർ മഞ്ചേരിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അമ്മൂട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അച്ഛനെയും അമ്മേനെയും കണ്ട സന്തോഷത്തിൽ അമ്പാടിയൊക്കെ കണ്ടോ കയ്യിലുള്ള കവറൊക്കെ വാങ്ങുന്നുണ്ട്. വത്തക്കയും മുന്തിരിയും മാങ്ങയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാച്ചുട്ടൻ്റെ കയ്യിലും കവർ കൊടുത്തു. അപ്പോൾ അച്ഛന് സോഡയും നാരങ്ങയും കൂടെ വാങ്ങിയിട്ടോ വന്നിട്ടുള്ളത്. അച്ഛൻ നല്ല ദാഹിക്കുന്നുണ്ട് പറഞ്ഞിട്ട് സോഡ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മൂട്ടിനെ കണ്ടപ്പോൾ അച്ഛൻ വേണ്ട എത്ര ദിവസമായി എൻ്റെ കുട്ടി പോകുന്നിട്ട് എന്നൊക്കെ പറയണം. അപ്പം പിന്നെ സാച്ചുട്ടൻ്റെ കയ്യിന് പറ്റിയ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി അവർക്കത് കേട്ടിട്ടൊരു വിഷമമാവേണ്ട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തടി കുട്ടീൻ്റെ കയ്യിനെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയാണ് കേട്ടോ വഴക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനെന്താ ഉള്ളിൽ കയറി. അപ്പോൾ അച്ഛന് എനിക്ക് എല്ലാവരും കൂടെ കണ്ടപ്പോൾ ആകെ കൂടെ ഒരു വെപ്രാളം കേട്ടോ. എന്താ ചെയ്യേണ്ടത്, ഞാൻ സർബത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോർമൽ നാരങ്ങ സർബത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അത് വേണ്ട സോഡ സർബത്ത് മതി പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഹെൽപ്പർമാർ കുറേ പേരുണ്ട്. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്നൊക്കെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പിന്നെ നാരങ്ങയും സോഡ അച്ഛൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് സോഡ സർബത്ത് ഉണ്ടാക്കണം. അപ്പോൾ അമ്പാടിക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മൂട്ടി പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പോരണോ, ഞാൻ 2 ദിവസം കൂടെ നിൽക്കട്ടെ ചോദിച്ചപ്പോൾ നീ പോരണം വീട്ടിൽ ആളില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ അമ്മേനോട് ഇതാക്കണം അമ്പാടി ഭയങ്കര കളിയും ചിരിയും വർത്താനൊക്കെയാണ്. അപ്പോൾ മക്കൾക്ക് എല്ലാവരും അച്ഛനെയും അമ്മേനെയും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് ഞങ്ങളെ കൂടെ നീയും പോരും, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേതായാലും നടക്കുന്ന കാര്യമല്ല, ഏട്ടൻ വിടില്ല. അപ്പോൾ കാരണം നമ്മളിപ്പോൾ അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ഇതാക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ശേഷം അച്ഛൻ കുടിക്കുന്നത്. അപ്പോൾ അമ്പാടി ഇതാക്കണം അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതാക്കണം ഒരു ഗ്ലാസ് സോഡ സർബത്ത് എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തരിപ്പൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ സച്ചുട്ടന് അത് വേണ്ട പറഞ്ഞിട്ട് സച്ചുട്ടന് ഞാൻ ഉച്ചയ്ക്ക് കലക്കി വെച്ച സർബത്താണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനും മക്കളും മാത്രമുള്ള വീടല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്, പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ അമ്മൂട്ടി ഇതാക്കൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. റിസൾട്ട് വരാനായില്ലേ, നാളെയാണ് അവരുടെ റിസൾട്ട്, SLC ആണ്. അപ്പോൾ അവരുടെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. പിന്നെ എന്താ കിച്ചൊക്കെ സർബത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർ നിൽക്കുന്നില്ല കേട്ടോ, ഇപ്പോൾ തന്നെ പോകും. കാരണം അവർക്ക് ഇനി മേലാറ്റൂർ എത്തണമല്ലോ. അപ്പോൾ മഴ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കിയതൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഒന്നും വേണ്ട, ബിരിയാണി ആയിരുന്നു, കല്യാണത്തിന് ബിരിയാണി ആയിരുന്നു കേട്ടോ പറയണത്. പിന്നെ അമ്മ വന്നപ്പോൾ ഇതാക്കണം നല്ല നാടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ വേഗം ചെത്തിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എനിക്കാണെങ്കിൽ രാവിലെ ഒരു പഴുത്ത ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ അമ്മ അത് ചക്ക പറിക്കുന്നുണ്ട് കേട്ടോ, അത് പറിച്ചെടുക്കുന്നുണ്ട് അമ്മ. പിന്നെ അച്ഛനൊക്കെ ഞാൻ മാങ്ങ ചെത്തി കൊടുത്തു, മക്കൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇവർ പോകാനുള്ള ധൃതി കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാർത്ത കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മന്തി എടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോൾ അവർക്ക് ആർക്കും വയറ്റിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് മന്തി പാഴ്സലാക്കിയിട്ടോ. പീസ് ഞാനൊരു 5-6 ഇട്ടിരുന്നു. പക്ഷെ മൊത്തം അമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടു കേട്ടോ, മക്കൾക്ക് രാത്രി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കിട്ടിയ സമയം കൊണ്ട് അമ്മയുടെ ഓരോ പരിപാടിയാണ് കേട്ടത്. പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ചെടിയിൽ എന്ന് പറഞ്ഞിട്ട് ഒക്കെ പറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം, എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല, വന്നിട്ട് 2-3 ദിവസമായിട്ടല്ലേ ഉള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഒന്നും കേൾക്കുന്നില്ല. വീടിൻ്റെ 4 ഭാഗവും നടന്നിട്ട് ആ പുല്ലൊക്കെ പറിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിച്ചു. പിന്നെ ഇത് അവർ പോവാനായി. സച്ചുട്ടൻ കണ്ടോ നല്ല കരച്ചിലാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇരുന്ന് കണ്ടില്ലേ, അമ്മ മഞ്ചേരി തന്നപ്പോൾ വാങ്ങി വന്നായിരുന്നു. അതിൻ്റെ പകുതി എനിക്ക് തന്നു, പകുതി അവർ അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ്, സങ്കടങ്ങളാണ്. സച്ചുട്ടൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അമ്പാടിയും കൂടെ പോകുമെന്ന് പറഞ്ഞിട്ടോ. ആദ്യം വണ്ടിയുമ്പോൾ കയറി, പിന്നെ അവൻ ഇതാക്കണം എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തിരിച്ച് പോകുന്നു കേട്ടോ. അവർ പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.